അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സസ്നേഹം സ്വാഗതം. അപ്പോഴേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചു, ഈ നീഡിൽ ടാപ്പിങ്ങിനെ ഇതിനെ പൊതുവേ പറഞ്ഞാൽ എതിർപ്പ് വന്നു, പല കേന്ദ്രങ്ങളിൽ നിന്ന് എതിർപ്പ് വന്നു. വാസ്തവത്തിൽ ഇതൊക്കെ പഠിച്ച് വെച്ചെങ്കിലും പ്രചരിപ്പിക്കേണ്ട റബ്ബർ ബോർഡല്ലേ പ്രധാനമായിട്ടും. അവിടെ നിന്നാണ് ഏറ്റവും കൂടിയ എതിർപ്പ് വന്നത്. അതിൻ്റെ പിൻപറ്റി ചില പത്രങ്ങളിലൂടെയൊക്കെ അതൊക്കെ ഞാൻ വായിക്കുണ്ടായി. പിന്നെ ചാനലുകൾ എത്രണ്ണം നിശബ്ദത പാലിച്ചു. അപ്പം നിങ്ങളറിയാവില്ല, പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഇത്ര വലിയ മഹത്തായ നിങ്ങളുടെ കണ്ടുപിടുത്തം ഇതൊന്നും പ്രചരിക്കുന്നില്ല, പേപ്പറിൽ കാണുന്നില്ലല്ലോ, ചാനലുകൾ ഇത് ഒന്നില്ലല്ലോ. എല്ലാം അതിൻ്റെ കാര്യം ഞാൻ ഒന്ന് വിശദീകരിക്കുകയായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം മുമ്പ് പറഞ്ഞ പോലെ ഊളിനടുത്ത് കൂവി പട്ടികൾ മോങ്ങാനും അങ്ങ് തുടങ്ങി. ആ ഊളം കൂടി എന്നാ വെച്ചാൽ അറിവില്ലാതെയിൽ നിന്നാണ്. ശരിക്കും ഇത് പഠിച്ച് പിന്നെ അതിൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ വിലയിരുത്തി പിന്നെ പബ്ലിഷ് ചെയ്യുമായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ഇടേണ്ട കാര്യമില്ല. ഇപ്പോഴാണെങ്കിലും അത് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. അതവർ ചെയ്യുകയില്ല. പത്രക്കാരും അല്ലെങ്കിൽ മാധ്യമങ്ങളൊന്നും തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ പേപ്പറുകളിലൊന്നും ഇത് കാണാത്തതിൻ്റെ കാര്യം. എങ്കിലും ഞാൻ നിരാശനല്ല, മുന്നോട്ട് തന്നെയാണ്. അതാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ കടന്നത്. അത് ഞാൻ പ്രതീക്ഷിച്ചത്ര പ്രതികരണം ഉണ്ടായില്ലേ പോലും കുറേയെല്ലാം അത് മാത്രമല്ല, ഇത് പിന്നീടായാലും അത് കിടക്കുമല്ലോ. ഇടയ്ക്ക് പറയാൻ വിട്ടുപോയതെന്ന് കാണണ്ട. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ പലരും അത് കാണുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതിപ്പം പിന്നെ പെൻഡ്രൈവിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇറക്കിയ വീഡിയോകളൊക്കെ പെൻഡ്രൈവിലാക്കിയിട്ടുണ്ട്. താനെ ഓടുന്ന വണ്ടിയുണ്ട്. അതുപോലെ പുതിയ മാസത്തിൽ പുതിയ കണ്ടെത്തലെന്ന് പറഞ്ഞൊരു പുതിയ പിന്നെ ഫോർമുല ചെയ്തൊരു പുതിയ പിന്നെ കണക്ക്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ പെൻഡ്രൈവിൽ കയറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 40-ലേറെ വീഡിയോകൾ ഇതിനോട് ഞാൻ ഇറക്കി കഴിഞ്ഞു. അതിൻ്റെ പിന്നെ അതിൻ്റെ അത് നിങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പിന്നെ വാക്കുകൾ എന്നാ വെച്ചാൽ GSP, അത് ഞാൻ പറഞ്ഞല്ലോ, GSP ജി എന്ന് പറഞ്ഞാൽ ജോർജ് എന്നുള്ള GSP miracle.com. ഈ മിറക്കിൾ ലാൻഡാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. മിറക്കിൾ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ തോട്ടം തന്നെ ഒരു മിറക്കിളാണ്. ഞാൻ ചോദിക്കുന്ന ഇതുപോലൊരു തോട്ടം നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിക്കുമോ? ഞാൻ അംഗീകരിച്ചു തരാം. 1 കിലോ റബ്ബറിന് 1000 രൂപ കിട്ടുന്ന ഒരു തോട്ടം എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? ഒരു 4-ാം വർഷം ടാപ്പ് ചെയ്യുന്ന ഒരു പിന്നെ പൊളിതിയം വെറൈറ്റി ഇനം റബ്ബറിനെ പറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? അങ്ങനെ പലതരത്തിലും ഈ തോട്ടം ഒരു മിറക്കിളാണ്. അതുപോലെ തന്നെ വേറെ പല മിറക്കുകളും ഇവിടെയുണ്ട്. ഇപ്പം താനെ ഓടുന്ന വണ്ടി വലിയൊരു മിറക്കിളല്ലേ. താനെ ഊർജ്ജ ഇന്ധനവും പിന്നെ മറ്റൊന്നും കൂടാതെ തന്നെ ചിലപ്പം ഡ്രൈവറും ആവശ്യമില്ല. ഡ്രൈവർ ഉണ്ടെങ്കിൽ തന്നെ ഇന്ധനം വേണ്ട, എൻജിൻ വേണ്ട, ഇന്ധനം വേണ്ട, വണ്ടി താനേ ഓടുന്നു. നിങ്ങളതൊന്ന് കാണേണ്ടതാണ്. മറ്റൊരു രാജ്യത്തായിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അതേ കയറിയിരുന്ന് ഓടി അങ്ങ് മന്ത്രിച്ച പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, വടക്കേ മുറിയച്ചൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് നോബൽ സമ്മാനം ലഭിക്കുമെന്ന്. അതുപോലെ ഊർജ്ജം ഉണ്ടാക്കാം എന്നത് അതിൻ്റെ അകത്ത് തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. ഊർജ്ജം ഇല്ലെങ്കിൽ ഈ ഒരു താനെ വഴി വണ്ടി ഓടണമെങ്കിൽ ഊർജ്ജം വേണ്ടേ? ഒന്നുകിൽ അതിനെ തള്ളിവിടണം, ഏതെങ്കിലും ഫോഴ്സ്, അല്ലെങ്കിൽ കാറ്റ് വേണം, അല്ലെങ്കിൽ ഒരു ചെരിയ പാതയാണെങ്കിൽ അങ്ങനെ ആവും, ചെരിയും തന്നെ. ഇത് സമതലത്തിൽ ഒരു വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ അത് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സാഹിബിൻ്റെ ഞാൻ പേരറിയത്തില്ല, ഒരു സ്ത്രീയെ സാഹിബിൻ്റെ കൂടെ വന്ന സ്ത്രീയെ പിന്നെ അച്ഛനെ 3-4 പേരെല്ലാം കയറി ഓടുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. ഇതെങ്ങനെ സാധിക്കുന്നു? അവിടെ ഊർജ്ജം ഉണ്ടാവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ കണ്ടുപിടുത്തത്തിൽ ഇത് അത് പ്രായോഗിക തലത്തിൽ ഇപ്പോൾ ഒരു വീല് താനെ കറങ്ങുന്നുണ്ടെങ്കിൽ, ഒരു മാജിക് വീൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഏത് ഫാക്ടറിയും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും, ഇല്ലേ? അതുപോലെ പിന്നെ കാറ്, വണ്ടി, തീവണ്ടി ഇതെല്ലാം ഓടിക്കാൻ സാധിക്കും. ഈ കറക്കത്തിൽ നിന്നാണല്ലോ ഇതെല്ലാം പ്രവർത്തിക്കുന്നത്, വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ മാജിക് വീല് കണ്ടുപിടിക്കാൻ എനിക്ക് ആ പരീക്ഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ എൻ്റെ സമയവും സമ്പത്തും
അധ്വാനം എല്ലാം വിനിയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഊണും ഉറക്കമില്ലാത്ത എന്ന മട്ടിൽ അങ്ങനെ പിന്നെ പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ അനുവദിച്ചാൽ അത് പൂർത്തീകരിക്കാൻ എന്നെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഞാൻ പിന്നെ പഴയ വിഷയത്തിലേക്ക് കൂടെ കടക്കുന്നില്ല. പുതിയ ഈ വിഷയമെന്ന് പറയുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഈ നീഡി ടാപ്പിങ്ങിലേക്ക് പെട്ടെന്ന് ചാടിക്കയറുമല്ല ചെയ്തത്. ക്രമേണ അങ്ങനെയാണല്ലോ ഗവേഷണം എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് എല്ലാം പെട്ടെന്ന് കയറുകയല്ല. ഞാൻ പറഞ്ഞില്ലേ ആദ്യം കണ്ടുപിടിച്ചത് സാധാരണ ചെത്ത് ടാപ്പിംഗ് അല്ലാതെ അതിനൊരു കണ്ടുപിടുത്തമൊന്നുമില്ല. അതിനെ കണ്ടുപിടിക്കില്ല. അതിൻ്റെ മുതലായിട്ടാണ് സ്റ്റോറി ടാപ്പിങ്. ഇതാണ് ഇതിൻ്റെ പകുതി ചുറ്റളവിലാണിത് സ്റ്റോറി ടാപ്പിങ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിലകൾ എന്നുള്ള അർത്ഥമാണ് സ്റ്റോറി, അല്ലാണ്ട് കഥയെന്നുള്ളതല്ല. നിലകൾ. ഇതൊരു നില, ഇതൊരു നില, ഇതൊരു നില. അപ്പോൾ ആദ്യത്തെ നിലയിൽ കമത്തില്ലായിരുന്നു. ഈ ഒന്നാമത്തെ നില, രണ്ടാമത് ഇങ്ങനെ ആയിരുന്നു കിട്ടുക. അപ്പം പലരും വിചാരിച്ചത് എന്തൊരു ഈ മേളത്തെ പട്ടയ്ക്ക് പാല് കിട്ടുമോ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ. ഈ താഴത്തെ പട്ടയോട് അടുത്ത് അതുകൊണ്ട് അത് അത്രയും തന്നെ ഇല്ലെങ്കിൽ പോലും മൂത്ത പട്ടയാണെങ്കിൽ താഴത്തെ പട്ടയ്ക്കൊപ്പം ഏതാണ്ട് പാല് കിട്ടും. അത് ഞാൻ പണ്ട് നേരത്തെ തെളിയിച്ചതാണ്. അതിനാണ് സ്റ്റോറി ടാപ്പിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം റൗണ്ട് ടാപ്പിങ്. ഈ പട്ട ഇങ്ങനെ വട്ടം കറങ്ങി ഇവിടം വരെ വരും. ഈ പട്ടയാണെങ്കിൽ വട്ടം കറങ്ങി ഇവിടം വരെ വരും. ഒറ്റ പട്ട. അതിനാണ് റൗണ്ട് ടാപ്പിംഗ് എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് പറയാനില്ല. വട്ടത്തിലിട്ടാൽ മതിയല്ലോ, അതിന് കൂടുതൽ പഠിക്കാനൊന്നുമില്ല. പക്ഷേ ഈ സ്റ്റോറി ടാപ്പിംഗ് ഞാൻ ഇവിടെ ഒന്നും പിന്നെ ചാനൽ ബെൽറ്റ് സെമി റെയിൻ ഗാർഡാണ് ചാനൽ ബെൽറ്റ്. ഇത് സെമി റെയിൻ ഗാർഡാണ്. ഇത്രയും ഉണ്ടെങ്കിൽ ഈ ഒരു ചേട്ടം കൂടാൻ ഇത്രയും ഒരു അവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധപ്പെട്ട മഴയത്തെല്ലാം വലിയ മഴയത്തും വടമഴയത്തും നടക്കുക, ചെറിയ മഴയത്തും രാത്രി മഴ ചെയ്താൽ രാവിലെ വെട്ടാം എന്ന രീതിയിൽ വെട്ടാം. ഞാനിത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ കിട്ടണമെങ്കിൽ ഇവിടെ ഒരു മിടി പോലെ അല്ലെങ്കിൽ ഒരു പാവാട പോലെയാണ് മുറിഞ്ഞ് പിടിപ്പിച്ചാൽ മതി. അതിന് ഒരു 9 ഇഞ്ച് വീതിയായാലും മതി. അങ്ങനെയുണ്ട്. അത് അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് റെയിൻ ഗാർഡ്. ഇതെന്തെന്ന് പറഞ്ഞാൽ ലാറ്റക്സ് ഗാർഡ്. അത് ഞാൻ എല്ലാം മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അത് എല്ലാവരും അത് അത്ര അത് മനസ്സിലാക്കിയില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ വിമർശനം കമൻസൊക്കെ കണ്ടിട്ട് ഒന്നുകൂടെ ഞാൻ ഇടുന്നേ ഉള്ളൂ. പിന്നെ അത് ഒട്ടിക്കുന്ന കാര്യത്തിലും ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടെ പശ വെച്ച് ഒട്ടിച്ചിട്ടില്ല. ഇത് 1 വർഷം കഴിഞ്ഞ ഒരു ബെൽറ്റാണ്, ചാനൽ ബെൽറ്റ്. കാണാൻ നോക്കി. ഇതിപ്പോൾ ഞാൻ ഏഴ് ടാപ്പിംഗ് അല്ല ചെയ്യുന്നത്, സാധാരണ ടാപ്പിംഗ്. നമുക്കറിയാലോ ഈ മലത്തും ഈ കമത്തും നേടി ടാപ്പിംഗ് അല്ല, UD ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ UD ടാപ്പിംഗ് ആണ് ചെയ്യുന്നത്. നേടി ടാപ്പിംഗ് അല്ല, UD ടാപ്പിംഗ് ആണ് ചെയ്യുന്നത്. UD എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്, താഴോട്ടും മുകളിലോട്ടും ചെത്തുക, സാധാരണ ചെത്ത് ടാപ്പിംഗ് തന്നെ. അപ്പം ഇവിടെ നമുക്കറിയാമല്ലോ താഴത്തെ ടാപ്പിങ്ങിന് കുഴപ്പമില്ല. അവിടെ നമുക്ക് ഇന്ന് നിലവിൽ ടാപ്പ് ചെയ്യുന്നല്ലോ. നമുക്കറിയാലോ ഈ സ്ലോട്ടർ മരങ്ങൾ സ്ലോട്ടർ ചെയ്യുമ്പോഴെല്ലാം ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ പട്ട ഇങ്ങനെ കമന്നല്ല ഇരിക്കുന്നത്. അതിൻ്റെ ഒരാളാണ് ഈ പാല് തിരിഞ്ഞു പോകും. ഈ ടാപ്പിങ്ങുകാർക്ക് അത് കാരണം വലിയ താമസമാണ്. ഇത് തിരിഞ്ഞു പോയാലും സപ്പോർട്ട് പട്ട വെട്ടണം, തിരിച്ചു വെട്ടണം, എല്ലാം പ്രത്യേകിച്ച് ചാളും നനവൊക്കെ ഉണ്ടെങ്കിൽ വലിയ വിഷയമാണ്. അതുകൊണ്ട് സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് താഴെ ഒരു പട്ടയ്ക്ക് 2 രൂപയെങ്കിൽ മേളിലൊരു കമത്ത് വിടുന്നതിന് 4 രൂപ എന്നൊരു കണക്കൊക്കെ ഉണ്ട്. ഈ 4 രൂപ കൊടുക്കേണ്ട ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ 2 രൂപ തന്നെ മേളത്തെ കമത്തിനും കൊടുത്താൽ മതി. അതിനുള്ള അധ്വാനമുള്ളൂ. ഈ കൂടുതൽ അധ്വാനം വരുന്നതുകൊണ്ടാണ് ഈ 2 രൂപ ഇരട്ടി കൂലി വരുന്നത്. അപ്പം അവർക്കെല്ലാം ഈ ചാനൽ ബെൽറ്റ് വളരെ ഉപകാരപ്രദമാണ്. ഞാനിവിടെ ഒന്ന് കാണിക്കാം.
ഇടയ്ക്ക് തിരിഞ്ഞു പോയാൽ ഇതുപോലെ വന്ന് ചേട്ടെ ഒരു തുള്ളി പോലും പുറത്ത് പോവുകയില്ല. നമുക്കറിയാലോ ടാപ്പിങ് കൂലിക്ക് വെട്ടിക്കുന്ന തോട്ടമാണെങ്കിൽ ഉടമയ്ക്ക് ഇത് വലിയ നേട്ടമാണ്. അല്ലെങ്കിൽ എത്ര കൂലിക്കാരന് എത്ര ശ്രമിച്ചാലും കുറേയെല്ലാം പാല് വേസ്റ്റായിട്ട് തിരിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇതുപോലൊന്ന് നമുക്ക് ചെയ്യുവാണെങ്കിൽ ചേട്ടയിലെത്തിക്കഴിഞ്ഞു. ഇത് 1 വർഷം വരെ 2 വർഷം വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ചാൽ നിലനിർത്താൻ. ഇത് 1 വർഷം കഴിഞ്ഞ ഒരു ബെറ്റാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വസ്തുതയാണ് ഈ ചാനൽബെറ്റെന്ന് പറയുന്നത് റബ്ബർ കൃഷിയെ സംബന്ധിച്ചോളം ഒരു മസ്റ്റാണ്. നമുക്കറിയാമല്ലോ ഈ കമ്പി മസ്റ്റാണ്, അതുപോലെ ചില്ല് മസ്റ്റാണ്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്യാവശ്യ ഘടകമാണ്. ചില്ലില്ലാതെ ടാപ്പ് ചെയ്യാൻ പറ്റുകയില്ല, കമ്പിയില്ലാതെ ചിരട്ട വെക്കാൻ പറ്റുകയില്ല. പണ്ടൊക്കെയാണ് ചില്ലടിച്ച് ചിരട്ട തേങ്ങയുടെ ചിരട്ടയൊക്കെ വെച്ചായിരുന്നു ചെയ്യുന്നത്. അതിന് ആ കാലമെല്ലാം കഴിഞ്ഞു പോയി. ഇപ്പം വലിയ ചിരട്ട തന്നെ വേണം. അങ്ങനെ വരുമ്പം ഈ കമ്പി കമ്പി വേണം, ചില്ല് വേണം. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ മറ്റൊരു ഭാഗമാണ് ഇതിൻ്റെ അത്യാവശ്യ ഘടകമായിട്ടാണ് ഈ ബെറ്റ് വരുന്നത്. ഈ ബെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ ഉൽപ്പാദനത്തിൽ ചിലപ്പോൾ ഒരു 10% വർധനമൊക്കെ ഉടമയ്ക്ക് കിട്ടും. ടാപ്പിങ്ങുകാർക്കാണെങ്കിൽ അവരുടെ അധ്വാന കാരണം ഒരു 10, 20, 25% കുറയ്ക്കാൻ സാധിക്കും. അപ്പം ഇതിൻ്റെ മേന്മ അല്ലെങ്കിൽ വില അല്ലെങ്കിൽ മഹത്വം എത്ര വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഇത് ആൾക്കാർ അധികം ഉപയോഗിക്കാറില്ല. കാര്യം വെച്ചാൽ ഞാൻ കണ്ടുപിടിച്ചതാണ്. റബ്ബറോട് കണ്ടുപിടിച്ചെന്നെങ്കിൽ ഇന്ന് സർവത്ര വ്യാപിച്ചാണ്. അപ്പോൾ റബ്ബറോട് പ്രചരിപ്പിക്കുകയില്ല എന്ന് വെച്ചാൽ അവർക്ക് അവർക്കതൊരു നാണക്കേടാണ്. അല്ലെങ്കിൽ അവരുടെ ഇത് മറ്റൊരാൾ അവരെക്കാൾ വലിയ ആളാണെന്നുള്ള ഒരു നിലയിലേക്ക് അവർ കാണുമ്പം അവർക്ക് അതൊരു ആ ക്രെഡിറ്റ് അംഗീകരിച്ചു കൊടുക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ടൊക്കെ ആകാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ചാനൽ ബെറ്റിൻ്റെ കാര്യം ഇപ്പം പറഞ്ഞത്. അപ്പം ഇത് യൂഡി ടാപ്പിംഗ് ചെയ്യുന്ന ഒരു മരമാണ്. ഈ മാത്രം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ നിർത്തിയിരിക്കുന്നത് ചോദിച്ചാൽ, ഇവിടെ പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇത് കണ്ട് മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കും ഈ യൂഡി ടാപ്പിങ് എത്ര പറഞ്ഞാലും പലർക്കും അംഗീകരിക്കാൻ പ്രയാസം. അതിൻ്റെ പ്രധാന ഒരു കാരണം വെച്ചാൽ ഈ ഒരു സാധാരണക്കാരനായി ഞാനിത് കണ്ടുപിടിച്ചു എന്നതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പോരായ്മ. ഇത് റബ്ബർ ബോർഡോ അല്ലെങ്കിൽ വലിയൊരു ഗവേഷണ കേന്ദ്രമോ അല്ലെങ്കിൽ മറ്റോ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അത് പ്രചരിച്ചു പോയേനെ. നമുക്കറിയാം, ഞാനിത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഈ മേഖലയിലേക്ക് ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയാൽ അത് പൊതുജനം അംഗീകരിക്കും, അത് പ്രചരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ നമ്മുടെ നാട് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കറിയത്തില്ല. സ്വന്തം നാടിനെ താഴ്ത്തി പറയുന്നത് ശരിയാണോ എന്ന് അറിയത്തില്ല. എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊരു ഉപഭോഗ സംസ്കാരമാണ്. അതിൻ്റെ കൂടെ ഈ ഒരു തേണ്ടലും കൂടാണിത്. ഇതെല്ലാം വിദേശത്ത് പോയല്ല അവരുടെ അറിവുകൾ ഇങ്ങോട്ട് പകർത്തുകയാണ്. ഇവിടെ ഒരുത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയില്ല, പ്രത്യേകിച്ച് സാധാരണക്കാരെയൊന്നും. അപ്പം ഞാൻ മനസ്സിലാക്കി ഇതിനോട് ഞാൻ അത് പറയാതെ ഇരിക്കാൻ പറ്റിയില്ല. പറയുന്നത് മോശമായിരിക്കാം. ഞാനൊരു അധകൃതനല്ലോ എന്ന് ഏതൊരു കാവ്യ തന്നെ പറ്റി പറഞ്ഞ് ഞാനൊരു അധകൃതനല്ലോ. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു നല്ല വലിയൊരു സദ്യ ഒരുക്കിയിരിക്കുകയാണ്. ധാരാളം 10,000 പേരെന്ന പോലെ വലിയ ഹാളിലിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതും എല്ലാം നല്ല മട്ടന്, പോർക്ക്, അങ്ങനെ സർവത്ര വിഭവങ്ങളെല്ലാം, അതുപോലെ തന്നെ മറ്റു വിഭവങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടതെല്ലാം ഒരു പ്ലേറ്റിന് വേണേൽ 1000-1500 രൂപ വരുന്ന അത്ര ഒരു സദ്യയാണ്. പക്ഷേ അത് കഴിച്ചവരൊക്കെ ഒരു ചെറിയൊരു അംശം മാത്രമേ കഴിച്ചുള്ളൂ. ചിലരൊക്കെ പലരും തൊടാതെയും തിന്നാതെയൊക്കെ അതിലൊരു 3/4 പങ്ക് വേസ്റ്റായിട്ട് ഉച്ചിഷ്ടമായിട്ട് പാത്രത്തിൽ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ഒരു അമ്മയും മകളും അവർ തൂത്തും വൃത്തിയാക്കാനൊക്കെയാണ് അവർ വെച്ചിരിക്കുന്നത്. ഈ അമ്മയും മകളും പാചകക്കാരെ, പ്രത്യേകിച്ച് ഈ മകള് നല്ല പാചകക്കാരിയാണ്. അപ്പം പറഞ്ഞു അപ്പം ഈ മകളെ അമ്മയോട് പറഞ്ഞു,
ഞാനിത് പാചകം ചെയ്ത് ഇവിടെ വിളമ്പിയിരുന്നെങ്കിൽ ഇവരെ ഇത് കഴിച്ചു വെച്ച് പോയെന്ന് പറഞ്ഞു. അപ്പം മകള് പറഞ്ഞൊരു വാക്കുണ്ട്, നീ വെച്ചാലും കഴിക്കുകയല്ലേ വിളമ്പിയാലും കഴിക്കുകയെന്ന് പറഞ്ഞു. നീ എത്ര മെച്ചപ്പെട്ട രീതിയിൽ അല്ലെ അവരെ സ്വാദിഷ്ടമായ രീതിയിൽ വെച്ചാലും അതുപോലെ വിളമ്പിയാലും കഴിക്കുകയില്ല. കാരണം എന്താ വെച്ചാൽ അവരെ സ്വല്പം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആ വിഭാഗത്തിൽപ്പെട്ട അമ്മയും മോളുമായിരുന്നു. ഇപ്പോഴും ജാതി വ്യത്യാസമൊക്കെ ഇവിടെ നിന്നെല്ലാം പമ്പ കടന്നൊക്കെയാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ പല മേഖലകളിലും പ്രത്യേക ഈ മേഖലയുടെ ഈ ഭൗതിക തലത്തിലെ നമ്മളൊരു നല്ല കാര്യം എത്ര നല്ല മഹത്തായ കാര്യങ്ങൾ പറഞ്ഞാലും അതൊരു സാധാരണക്കാരൻ പറഞ്ഞാൽ അത് അംഗീകരിക്കുകയില്ല. ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയാലും അത് അംഗീകരിക്കുകയില്ല. പക്ഷേ ബുദ്ധിയുള്ള ചിലരെല്ലാം അംഗീകരിക്കും എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇറക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ ഇതാണ്, ഇതൊന്നും നഷ്ടപ്പെട്ടു എൻ്റെ ഈ അധ്വാനം പാഴാകരുത്. ഈ തലമുറയിലെ അടുത്ത തലമുറയെങ്കിലും ഇതിൻ്റെ സൽഫലങ്ങൾ കൊയ്യണം, അത് ഉപയോഗിക്കണം, നഷ്ടപ്പെട്ടു പോകരുത്. അതാണ് അപ്പവും ജീവനും എന്ന വാക്കിൻ്റെ അർത്ഥം. ഞാൻ ഇതെല്ലാം വീഡിയോയിലാക്കാൻ പോവുകയാണ്, പിന്നെ പെൺഡ്രൈവിലാക്കാൻ പോവുകയാണ്, അതുപോലെ തന്നെ പുസ്തക രൂപത്തിലും ആക്കാൻ പോവുകയാണ്. അത് എത്രമാത്രം നടക്കും വിജയിക്കും എന്നൊക്കെ ചോദിച്ചാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രമമാണ് വലുത്, ശ്രമഫലത്തെ. അതാണ് എൻ്റെ തത്വം. ശ്രമമാണ് വലുത് ശ്രമഫലത്തേക്കാൾ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് ശ്രമിക്കാനേ പറ്റുള്ളൂ. ഫലം തരുന്ന ദൈവമാണ്. ദൈവം രണ്ടു തരത്തിൽ ഫലം തരും. ആ ഫലം വിജയിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഏറെ ഫലം ചെയ്യും. നീഡ് ടാപ്പിംഗ് എല്ലാവരും പെടുന്ന അവർക്ക് ഫലം ചെയ്യും. നീഡ് ടാപ്പിംഗ് ഞാൻ ഉപയോഗിച്ച ഈ ശ്രമത്തിന് എനിക്ക് ഈശ്വരൻ ഫലം തരും എന്ന ഒത്തു വിശ്വാസമുണ്ട്. അത് ശ്രമമാണ് വലുത് ശ്രമഫലത്തേക്കാൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതെല്ലാം എന്താ ഇങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ, നമ്മുടെ നാടിനെ മോശപ്പെടുത്തുക, നാട്ടുകാരെ മോശപ്പെടുത്തുക അല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടുകാർ അങ്ങനെയൊക്കെയാണ്. പണ്ടൊരു സായിപ്പ് പറഞ്ഞ പോലെ ഈ കൂടെ കുറേ ഞണ്ടിനെ ഇട്ടിരുന്നു. സായിപ്പ് അത് വിദേശത്തേക്ക് കൊണ്ടുപോകായിരുന്നു. അപ്പം ഒരാൾ ചോദിച്ചു, ഈ ഞണ്ടെല്ലാം കയറിപ്പോവുകയല്ലേ? കേരളത്തിലെ ഞണ്ട് ഒരെണ്ണവും കയറിപ്പോകുകയെന്ന് പറഞ്ഞു. കഴിയുമെന്ന് വെച്ചാൽ ഒരു ഞണ്ട് കയറിപ്പോകുമ്പോൾ താഴെ നിന്ന് മറ്റൊരു ഞണ്ട് വലിച്ച് താഴെ ഇടും. ഒറ്റ ഞണ്ടും കയറിപ്പെടുക. ഈ കേരളത്തിലുള്ള ഒറ്റ മനുഷ്യനും നോബൽ സമ്മാനം കിട്ടുകയില്ല. എന്ന് വെച്ചാൽ ഈ നാട്ടുകാർ തന്നെ അതിൻ്റെ പ്രധാന കാരണം. ഒരുത്തനെയും പ്രോത്സാഹിപ്പിക്കുകയില്ല. ഞാൻ പറഞ്ഞിട്ട് 2 നോബൽ സമ്മാനം ലഭിക്കത്തക്ക വീഡിയോ ഞാൻ ഇതിനോടൊക്കെ ഇറക്കിക്കഴിഞ്ഞു. ഇത് ഇത്രയും പോലും മഹത്വമില്ലാത്ത പലതിനും ഇപ്പം നോബൽ സമ്മാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഊർജ്ജം ഉണ്ടാക്കാം താനെ ഓടുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അതെത്ര മഹത്തരമാണെന്ന് ഈ നാട്ടിലുള്ളവർക്ക് അറിയത്തില്ലാഞ്ഞിട്ടാണോ വിവരം കുറവായിട്ടാണോ? ഇതിപ്പോൾ പുറത്ത് അറിയണമെന്ന് എനിക്ക് മറ്റുള്ള രാജ്യം അവരത് ശ്രദ്ധിക്കണ്ടേ, അത് എത്തണ്ടേ? ഞാൻ ചുരുക്കുന്നു, ക്ഷമിക്കണം. ആർക്കെങ്കിലും വേദന ഉളവാക്കെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. എങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കണം. ഈ പുതിയ തലമുറ കടന്നു വരുമ്പോൾ ഈ നാട്ടിലെ ഞാനല്ലാതെ വേറെ നല്ല നല്ല മഹാന്മാരും മഹതികളൊക്കെ ഉണ്ട്. അവരൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ ഈ നാടിന് തന്നെ വലിയ അഭിമാനമാണ്. സൽഫലങ്ങൾ ഈ നാട്ടിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും. അവരൊക്കെ നേട്ടം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയണം. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയെ പറയണം. അപ്പം നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണേ. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു വന്നത് എന്താ, യൂഡി ടാപ്പിംഗ് അല്ലേ? അപ്പോൾ അതിൽ യൂഡി ടാപ്പിങ്ങിൻ്റെ ഒരു ഭാഗമാണ്, യൂഡി ടാപ്പിങ്ങിൻ്റെ അത്യാവശ്യ ഭാഗമാണ് ഈ ചാനൽ പറ്റ്. യൂഡി ടാപ്പിംഗ് അപ്വേഡ് ആൻഡ് ഡൗൺവേഡ്, മേലോട്ടും താഴോട്ടും. അപ്പം മേളത്തെ വെട്ടുമ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടാകും. പിന്നെ ഈ തിരിഞ്ഞു പോകുക എന്നാലോ മീഡിയേഷൻ, പിന്നെ പാല് തിരിഞ്ഞു പോവുക. അപ്പം ചിരട്ടയിൽ നിന്ന് മാറി തിരിഞ്ഞു പോകുക. അങ്ങനെ ഒത്തിരി നഷ്ടം ഉണ്ടാകുന്നു. ടാപ്പിങ് കൂടുതൽ സമയമെടുക്കും. അങ്ങനെയുള്ളൊരു വിശ്വാസമാണ്. അതിനുള്ള വ്യക്തമായ പരിചാരമാണ് ഇത്. മാത്രമല്ല ഞാൻ മരത്തുപേട്ടയ്ക്ക് ഇതൊരു നിലവിലുള്ള ചെത്ത് ടാപ്പിങ്ങിലെ മരത്തുപേട്ടയ്ക്ക് ഇത് പ്രയോജനപ്പെട്ടതാണെന്ന് ആരോടും പറയുന്നില്ല. അദ്ദേഹം ഞാൻ 3-4 മാസം മുമ്പേ അങ്കമാലിയിൽ നിന്നൊരു ഒരു കർഷകനല്ല, പുള്ളി ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഏതോ കമ്പനിയിലെ ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് 2000 മരങ്ങളുണ്ട്. എന്നോട് പറഞ്ഞു 1000 മീറ്റർ, ഈ വീഡിയോ കണ്ട ശേഷമാണ്, 1000 മീറ്റർ ചാനൽ വെച്ച് എനിക്ക് വേണം. ഞാൻ പറഞ്ഞു 1 മീറ്ററിന് 5 രൂപയാണ്. അത് അതൊന്നും കുഴപ്പമില്ല, 5000 രൂപ പുള്ളി പിന്നെ അയച്ചു തന്നു. ഞാൻ പിന്നെ വെച്ച് കൊറിയർ വഴി അയച്ചു കൊടുത്തു. അപ്പോൾ എന്തിനാണെന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കിതാണ്, നീഡ് ടാപ്പ് ചെയ്യാനോ യൂഡി ടാപ്പ് ചെയ്യാനോ ഒന്നും അല്ല. പിന്നെന്തിനാണ്
ഈ സാധാരണ ടാപ്പിങ്ങിന് തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ റബ്ബർ ബോർഡിൻ്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ, ആഴ്ചയിൽ ഒരിക്കൽ ടാപ്പ് ചെയ്യുക എന്ന്. ആ ടാപ്പിങ് ചെയ്തപ്പം ആഴ്ചയിൽ ഒരിക്കൽ ടാപ്പ് ചെയ്തപ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ DRC കൂടി. അപ്പം ഇത് പട്ട ചെത്തിക്കഴിയുമ്പം DRC കൂടിയിട്ട് കൊഴുപ്പ് കൂടിയിട്ട് പാല് തിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഏതാണ്ട് പിന്നെ പകുതി പാലും നിലത്ത് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പം അദ്ദേഹം കണ്ടെത്തിയ ഒരു രീതിയാണ്, ഈ എൻ്റെ വീഡിയോ കണ്ട ശേഷം അദ്ദേഹം കണ്ടെത്തിയ രീതിയാണ് ഈ ചാനൽ പെറ്റ് പ്രയോഗിച്ചാൽ ആ പ്രശ്നം ശേഷം പരിഹരിക്കാൻ സാധിക്കും. അപ്പം സാധാരണ ചെത്ത് ടാപ്പിങ്ങിൽ ചെയ്തതിന് താഴെയായിട്ട് ഒരു ബെറ്റ് വെച്ച് കൊടുത്തു. അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ ഈ ചാനൽ പെറ്റെന്ന് പറയുന്നത് റബ്ബർ കർഷകരെ സംബന്ധിച്ചോളം അവർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ആദായവർദ്ധനയ്ക്ക് ഉതകുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഞാൻ അതിവിടെ ഒന്ന് ഫിറ്റ് ചെയ്യുന്ന ഒരിക്കൽ കൂടി ഒന്ന് കാണിക്കുകയാണ്. ഇതിനു മുമ്പേ ഞാൻ കാണിച്ചു തന്നെ. ഒന്നും പലരും വീണ്ടും അത് എങ്ങനെ ഒട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദ്യങ്ങൾ പിന്നെയും ഇതിന് വരും. ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യണം. ഈ വെട്ടുപട്ടയിൽ നിന്ന് ഒരു കൈപ്പത്തിയോ അല്ലെങ്കിൽ ഒരു 6 ഇഞ്ചോ ആയാലും മതി. അത് ഒരു 8 ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല. ഒരു വർഷത്തേക്കുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത് തനിപ്പട്ടയല്ല, പുതുപ്പട്ടയാണ്, വെട്ടി ഇറങ്ങിയ പട്ടയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനിപ്പോൾ വേണ്ട പിന്നെ 5 വർഷം ഒന്ന് കൂട്ടിക്കോ. 5 വർഷത്തെ മൂപ്പേ ഉള്ളൂ. അപ്പം ഈ UD ടാപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു വലിയ ഞാനും അത് പറഞ്ഞു കൊടുത്തു. പിന്നെ സാധാരണഗതിയിൽ 5 10 വർഷം കൊണ്ടാണ് ഒരു പട്ടം മൂത്ത് കിട്ടുന്നത്. ബോർഡിൻ്റെ കണക്ക് അനുസരിച്ചാൽ ഒരു വശം വെട്ടി ഇറങ്ങാൻ 5 വർഷം, മറുവശം 8 വർഷം, വീണ്ടും ഇവിടെ വരാൻ 10-ാം വർഷം 11-ാം വർഷമാണ് ഇവിടെ വരുന്നത്. ഇത് 5-ാം വർഷം തന്നെ നമുക്ക് ഇവിടെ വെട്ടാമെന്ന് ഞാനിപ്പം കാണിച്ചു തരികയാണ്. അത് UD ടാപ്പിങ്ങിന് നടക്കും. പിന്നെ നടക്കാതെ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മരം ഇങ്ങനെ കെട്ടി, പിന്നെ ഇതിന് സൂര്യപ്രകാശം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പട്ട വളർച്ച കുറയും. ഇതുകൊണ്ടില്ല, ഇതിന് അങ്ങേശമായിട്ട് മരമില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ പിന്നെ ഇത്രമാത്രം വെട്ടാൻ ആവശ്യമായ വളർച്ച അല്ലെങ്കിൽ ആഴം പിന്നെ പട്ടയ്ക്കുണ്ടായത്. അത് ഞാനിവിടെ കാണിച്ചു തരുന്നതാണ്. ഇവിടെ ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഇത് പിടിപ്പിക്കും നേരത്തെ ഇതിന് ഉൾച്ചുരുളും പുറച്ചുരുളുമുണ്ട്. ഇതൊരു 15 ഇഞ്ച് വണ്ണമൊക്കെ ഉള്ള മരത്തിനാണെങ്കിൽ ഈ ഭാഗം മതി. ഒരു 20-30 വണ്ണമാണെങ്കിൽ ഈ ഭാഗം ഇവിടം വേണ്ടി വരും. അത് ഞാനൊന്ന് കാണിക്കാം. ഇവിടെ പാത്തി ഇതുപോലെ പാത്തി വരണം എന്നുള്ളതാണ് ആവശ്യം. അതുകൊണ്ട് ഇതിനിപ്പം പാത്തി കിട്ടുന്നില്ല. ഇവിടെ പാത്തി വരുന്ന പരിപാടി ഞാനിപ്പം കാണിച്ചു തരാം. ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടുന്ന് കുറച്ച് കണ്ടിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഇതൊരു നടുഭാഗമായിട്ട് വരും. കൈ വരയ്ക്കുന്നു.
ഈ വിളമ്പ് തീർത്ത് വേണം ഇങ്ങനെ പിടിച്ച് വേണം അടിക്കാൻ. ഇവിടെ നോക്കി ഉണ്ടോ പാത്തിയായില്ലേ? ഇനി അഥവാ പാത്തി ഏതെങ്കിലും തരത്തിൽ പാത്തി ഉണ്ടാകുന്നില്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ പാത്തി ഉണ്ടാകുന്ന രീതിയിലാക്കാൻ വേണ്ടിയുള്ള ഒരു രീതി ഇതാണ്. വലത്തോട്ട് ഞൊറിഞ്ഞെടുക്കണം. ഇങ്ങനെ ഒന്ന് ഞൊറിഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇടത്തോട്ട് ഞൊറിയത് വലത്തോട്ട്, കാരണം വെച്ചാൽ പാൽ ഒഴുകി അങ്ങോട്ട് പോകണം, ഓടുമയെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇങ്ങനെ അടിച്ചാൽ മതി. അതിൻ്റെ ശരിയായ വണ്ണത്തിൻ്റെ അളവനുസരിച്ചാണെങ്കിൽ ഈ ഒരു അടിയുടെ ആവശ്യം വരികയില്ല. അപ്പോൾ മനസ്സിലായല്ലോ. ചെറുമരങ്ങളൊക്കെ ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്ന പുറം ചുരുള്, വലിയ മരങ്ങളൊക്കെ മധ്യഭാഗം ഇടത്തരം മരങ്ങളൊക്കെ എന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് അടിച്ചു കഴിയുമ്പോഴേ പശയൊന്നും തേക്കണ്ട. ഇനി അഥവാ പിന്നെ ചില എവിടെയെങ്കിലും ലീക്ക് ഒന്നുണ്ടെങ്കിൽ ഈ പാല് ഇങ്ങനെ ഒന്നും പരട്ടിച്ചാൽ മതി. നിങ്ങൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കണം, എവിടെയെങ്കിലും ഒരു ശകലം പോലും ലീക്ക് ഉണ്ടാകില്ല. കുറേ കഴിയുമ്പോൾ ഈ പാലൊക്കെ ഒഴുകി ഇത് ഓക്കെ ആകും. അപ്പോൾ ഈ ചാനം വെട്ട് എന്നത് ഇവിടെ ഈ പിന്നടിക്കേണ്ട കാര്യമില്ല. കാര്യം വെച്ചാൽ അത് അതേപോലെയുള്ള അളവുകളാണ് ഞാനിവിടെ വെച്ചത്. അപ്പം ഇതും ശ്രദ്ധിക്കണം, മുൻകാനയ്ക്കും പിൻകാനയ്ക്കും ഉള്ളിൽ നിന്നാൽ മതി, അങ്ങോട്ട് കടന്ന് കയറേണ്ട ആവശ്യമില്ല. അപ്പം മനസ്സിലാകുന്നല്ലോ. ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ആഴം ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് ചെത്തുകയാണ്. അതിന് മുമ്പേ ഒന്നും പറയട്ടെ, നേരത്തെ ഇത് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്. ഇത് കണ്ടില്ലേ, ഒരു 400 മില്ലി താഴത്തെ കിട്ടുക. നേരത്തെ കിട്ടുകയാണ്. ഇവിടെ ആണെങ്കിൽ ഒരു 600 മില്ലിയോളം ഇവിടെയുണ്ട്. ഒരു സൈഡിൽ നിന്ന് തന്നെ ഒരു ലിറ്റർ പാലോളം ലഭിക്കുന്നു. മറുവശത്തും അത്രയും ലഭിക്കുകയാണെങ്കിൽ 2 ലിറ്ററായി. വേണ്ട ഒരു 1/2 ലിറ്റർ അങ്ങോട്ട് തള്ളിയാൽ പോലും 1.5 ലിറ്റർ ഉണ്ടെങ്കിൽ ഒരു ഷീറ്റായില്ല. അപ്പം നിങ്ങൾ ചെത്താനുള്ള സമയമുണ്ട്, നിർത്തിക്കട്ടെ. അപ്പം മഴയുടെ പ്രശ്നം കാരണം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. തുടർന്നുള്ളത് അടുത്ത വീഡിയോ കാണിക്കാമെന്ന് കരുതുന്നു. അപ്പം ഇത്രയും കാണുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.